ഹലോ, പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നയന കനകയോടും ഗോവിന്ദനോടും സത്യം പറയുകയാണ്. ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല, അവൾ അബിയുടെ കുട്ടിയാണ് എന്ന്. അത് കേട്ട് ഗോവിന്ദനും കനകയും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോള് ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന നടന്ന എല്ലാ സംഭവങ്ങളും അവരെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്, DNA ടെസ്റ്റ് നടത്തിയ കാര്യം ഉൾപ്പെടെ. അതിനിടയ്ക്ക് നന്ദുവും പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ ആ അബിയെ തന്നെയായിരുന്നു സംശയം. ഏതായാലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെ മുൻപിൽ കനകയുടെയും ഗോവിന്ദൻ്റെയും ശിരസ് കുറ്റബോധത്താൽ കുനിയുന്നുണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെയാണല്ലോ ഇത്രനാളും അവർ പഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഗോവിന്ദൻ ആദർശിൻ്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നുണ്ട്. മോൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാതെ ഞാൻ എഴുന്നേറ്റ് പോയതൊന്നും ഒട്ടും ശരിയായില്ല മോനെ എന്ന് പറയുമ്പോൾ ആദർശ് കൈപിടിച്ച് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ചാച്ചൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. പിന്നെ കനകയും പറയുന്നുണ്ട്, ആദർശ് മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെയുണ്ട്. പിന്നെ അബി അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണല്ലോ, അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അതുപോലെയല്ല ആദർശ് മോനെ ഞങ്ങൾ അത്രയധികം വിശ്വസിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആദർശ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ നയന പറയുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞാൽ ചേച്ചി ആ ജീവിതം ഉപേക്ഷിച്ച് ഇങ്ങ് പോരും. അതുകൊണ്ടാണ് ഞങ്ങളിതൊന്നും ആരോടും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി നവ്യേച്ചിക്ക് ഇങ്ങനൊരു ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ മോളെ, അവൾക്ക് ഇപ്പോൾ ഒരു കുട്ടി കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. പിന്നെ നന്ദു പറയുന്നുണ്ട്, എന്നെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇടിച്ച് ഞാൻ അവനെ കൊണ്ട് ചോര ഛർദ്ദിപ്പിക്കും എന്നൊക്കെ. പിന്നീട് ആദർശ് പോകാൻ ഒരുങ്ങുന്നുണ്ട്. നയനയോട് ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ആദർശേട്ടാ, ഇന്ന് ഞാനിവിടെ താമസിച്ചിട്ട് നാളെ വരാമെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറയുന്നുണ്ട് ആദർശ്. എന്നിട്ട് കനകയോടും ഗോവിന്ദനോടുമായി പറയുന്നുണ്ട്, അബി ഇവിടെ വരുമ്പോൾ നിങ്ങൾ അവനോട് നീരസമൊന്നും കാണിക്കരുത്. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ കോമാ സ്റ്റേജിൽ ഇരിക്കുന്ന ആ അനഘയെ കൊന്നെന്നിരിക്കും. അത് മാത്രമല്ല ചന്തുമോളുടെ ജീവന് പോലും അത് ആപത്തായിരിക്കും. അത്രയ്ക്കും മനുഷ്യത്വമില്ലാത്തവനാണ് അവൻ എന്നും പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ചന്തുമോൾ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ വരാത്തത് എന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയല്ലേ, അതെന്താ എന്നെയും കൂടെ കൂട്ടാതെ പോയത് എന്ന് ചന്തുമോൾ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നമുക്കൊരു ദിവസം പോകാം അവിടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശ് വരുന്ന കണ്ടപ്പോൾ അതാ മോളുടെ അച്ഛൻ വന്നല്ലോ എന്ന് ചന്തുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മ എന്നെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്തുമോൾ. ആദർശ് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. നയന അവളുടെ അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറഞ്ഞു. അവർക്ക് എത്രയായാലും വിഷമം തന്നെയാണ്. ഒരു മരുമകൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു മരുമകൻ പ്രതിസ്ഥാനത്താണല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പാവം അവർ അതോർക്കുമ്പോൾ വിഷമമാകുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്, നയന വന്നില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾ നാളെ വരാമെന്ന് പറഞ്ഞു. ഏതായാലും അബി നമ്മൾ സത്യം മനസ്സിലാക്കി എന്ന കാര്യം ഒന്നും അറിയരുത്. അങ്ങനെ അവൻ അറിഞ്ഞാൽ അവൻ ചന്തുമോളെ പോലും ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുത്തനെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് തന്നെ അപകടമല്ലേ മോനെ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആപത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നന്ദുവിനെ പോലെ ഒരാൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ആദർശ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഇനി നവ്യയുടെ ഭാവി എന്താണ് എന്നതിനെ പറ്റിയൊക്കെ ാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയന പറയുന്നുണ്ട്, ചേച്ചിക്കൊരു വിഷമം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ആദർശിനെ ഒന്ന് ചൊറിയാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ അബി. എന്നിട്ട് ചോദിക്കുകയാണ്, ആദർശേട്ടനെ വന്നുള്ളൂ, ഏട്ടത്തി വന്നില്ലേ? ഏട്ടത്തിയെ അവിടെ നിർത്തിയിരിക്കുകയായിരിക്കും, ഏട്ടനെ വെള്ളപൂശാനായിട്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നെ ആരും വെള്ളം പൂശേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയും അബി പറയുന്നുണ്ട്, ഇനി അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഏട്ടൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ അവർക്ക് ഏട്ടനെ കാണുമ്പോൾ വെറുപ്പാണ്. അതുകൊണ്ട് ഇനിയും ഏട്ടൻ അവിടെ പോയാൽ ചിലപ്പോൾ അവർ അടിച്ചെന്ന് വരെ വരാമെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ആദർശ് പറയുന്നത് നീ കൂടുതലൊന്നും പറയണ്ട, ചിലപ്പോൾ നിന്റെ കാരണത്തിൽ എൻ്റെ കൈയായിരിക്കും വീഴുക. അപ്പോഴേക്കും നബി അങ്ങോട്ടേക്ക് വന്ന് അതെന്തിനാ ആദർശ് ചേട്ടാ അബിയെ അടിക്കുന്നത്, അതിന് മാത്രം തെറ്റെന്താണ് അബി ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ആദർശേട്ടൻ ചെയ്ത തെറ്റിൻ്റെ അത്രയൊന്നും അബി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നത്. താങ്ക് യു.